ആപ്കി അദാലത്തിൽ പ്രസിദ്ധ പാട്ടുകാരനും കമ്പോസറുമായ അദ്നാൻ സാമിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം നമ്പർ 1 സ്വാർത്ഥനാണ് എന്നുള്ളതാണ്. അദ്നാൻ, താങ്കൾ ജനങ്ങളോട് പറയുകയാണ് താങ്കൾ ഇന്ത്യയിലേക്ക് വന്നതിന്റെ കാരണം, അതായത് ഇവിടുത്തെ ജനങ്ങൾ താങ്കളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റ് വളരെ നന്നായിട്ടുണ്ട്, പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് താങ്കൾ വന്നിരിക്കുന്നതെന്ന്. ഇന്ത്യയിൽ നല്ല മാർക്കറ്റ് ഉണ്ടല്ലോ, ഹിറ്റാവുന്നുണ്ട്, പണം ലഭിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു നേതാവ് പറഞ്ഞിരുന്നു, പണം ദൈവത്തിന്റെ അത്രയില്ല, പക്ഷെ പണം ദൈവത്തിനേക്കാൾ താഴ്ന്നതുമല്ലെന്ന് പറഞ്ഞു. ഞാൻ വളരെ പ്രിവിലേജായൊരു കുടുംബത്തിലെ അംഗമാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഒരിക്കലും പണത്തിനോട് അത്യാർത്തി കാണിച്ചിട്ടില്ല. കാരണം ഞാൻ അത്തരമൊരു കുടുംബത്തിലാണ് ജനിച്ചത്. കാരണം എല്ലാം എനിക്ക് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ദൈവാനുഗ്രഹം എപ്പോഴും എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് പണത്തിനോട് ഒരിക്കലും അത്യാഗ്രഹം കാണിക്കേണ്ടി വന്നിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ പണത്തിനു വേണ്ടി ഒരു തീരുമാനവും ഞാൻ എടുത്തിട്ടില്ല. ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ശരിക്കും ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് വേണം പെരുമാറാൻ. അതായത് 4 ചുവരിനുള്ളിൽ ആർക്ക് വേണമെങ്കിലും ഹീറോ ആകാമല്ലോ, അല്ലേ? പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഓഡിയൻസിന്റെ സ്നേഹമാണ് ഏറ്റവും. ആഗ്രഹം താങ്കൾക്ക് പാകിസ്ഥാനിൽ നിറവേറിയില്ലേ? അവിടെയും നിറവേറി. സത്യത്തിൽ എനിക്ക് അവിടെയും അളവിലധികം സ്നേഹം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചിലരുടെ കാര്യമെടുക്കുമ്പോൾ അവർക്ക് അവരുടെ കലയെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം, ലോകത്തിന്റെ പല കോണുകളിലും എത്തണമെന്ന് ആഗ്രഹം. എന്താണെന്ന് വെച്ചാൽ താങ്കൾ കമ്പോസ് ചെയ്ത വീഡിയോ ആണെങ്കിലും പാട്ടാണെങ്കിലും ശരി, അവിടെ കച്ചവടമൊന്നും നടന്നില്ല. അതുകൊണ്ടാണ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലിട്ടുകൊണ്ട് ഇവിടെ കച്ചവടത്തിന് വേണ്ടി വന്നത്. അത് ശരിയല്ലേ? ആക്ച്വലി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു പാട്ട് ഞാൻ 98-ൽ റിലീസ് ചെയ്തു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ എന്താണ് ചിന്തിച്ചതെന്ന് വെച്ചാൽ, അതായത് അവർ ചിന്തിച്ചത് ഇയാളുടെ ഈ പാട്ട് എവിടെയും എത്താൻ സാധ്യതയില്ല, എല്ലാം അവസാനിച്ചെന്ന് കരുതി. ആൻഡ് സോ ആ പാട്ടുകൾക്ക് യാതൊരു മാർക്കറ്റിങ്ങും പബ്ലിസിറ്റിയും അങ്ങനെ ഒന്നും തന്നെ ലഭിച്ചില്ല. ആ ഒരു സാഹചര്യത്തിൽ ആ ആൽബം റിലീസ് ചെയ്തു. അതിനുശേഷം അത് എപ്പോൾ റിലീസ് ചെയ്തു, എങ്ങനെയായിരുന്നു അതിന്റെ റിസൾട്ട് എന്നൊന്നും ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. അന്ന് ഞാൻ കാനഡയിലായിരുന്നു. എൻ്റെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. അവർ മനഃപൂർവ്വം പ്രൊമോട്ട് ചെയ്യാത്തതാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതിനുശേഷം ഞാൻ ആശാജിയുമായി സംസാരിച്ചു. ഞാൻ ആശാജിയോട് പറഞ്ഞു, ഞാൻ വലിയ കബളിപ്പിക്കൽ നിരയായി, ഇവിടെ എനിക്കൊരു ഭാവിയില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് കാരണം? അതെ, അങ്ങനെ അവർ തീരുമാനിച്ചിരുന്നു. ആ സമയത്ത് എനിക്ക് നന്നായിട്ടറിയാം വാട്ട് എവർ റീസൺ ഇവനെ എങ്ങനെ താഴ്ത്താമെന്ന്. ഞാൻ അവരോട് പറഞ്ഞു ലണ്ടനിൽ വെച്ച് റെക്കോർഡ് ചെയ്യാമെന്ന്. അതിനവർ പറഞ്ഞു, എന്തിനാ സമയം ലണ്ടനിലൊക്കെ റെക്കോർഡിങ്ങിന് പോകുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ ഒരുപാട് പരിചയക്കാരുണ്ടെന്ന്. അപ്പൊ അവർ പറഞ്ഞു, നീ സത്യത്തിൽ ഒരു പുതിയ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ മുംബൈയിലേക്ക് പുറപ്പെട്ടു വാ. കാരണം ഹിന്ദി മ്യൂസിക്കിന്റെ ക്യാപിറ്റൽ ഇവിടുമാണ്. ഇവിടെ ഒരു കാര്യം പോപ്പുലർ ആയാൽ അത് ലോകം മുഴുവൻ പോപ്പുലർ ആകും, നല്ല റിസൾട്ട് കിട്ടും, നീ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പായയും തലേണയൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നു, മുംബൈ. ആശാജി എന്നെ വളരെ നന്നായി നോക്കി. അവരുടെ കുടുംബത്തിൽ എല്ലാവർക്കും എന്നോട് സ്നേഹമായിരുന്നു. അതിനുശേഷം R.D. ബർമൻ അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചു. സത്യത്തിൽ ഞാൻ വളരെ ഭാഗ്യവാനാണ്. അത് എനിക്കൊരു മ്യൂസിക് ടെമ്പിൾ പോലെയാണ്. ഏതൊക്കെ പാട്ട് അവിടെ ഓടിയില്ല, ഏതൊക്കെയാണ് റിജക്റ്റ് ചെയ്തത്, കബി തോ നസർ മിലാവോ, ബിഗി ബിഗി റാത്തോമേ, ലിഫ്റ്റ് കരാതെ, ഈ പാട്ടുകളൊക്കെ അവിടെയും റിലീസ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ എത്തി വീണ്ടും അത് റിലീസ് ചെയ്തപ്പോൾ ഇവിടെയുണ്ടായൊരു മാർക്കറ്റിംഗ് സത്യത്തിൽ അതിന്റെ ഹിസ്റ്ററി തന്നെ മാറ്റിക്കളഞ്ഞു. ജനങ്ങൾ എന്നെ എന്തുമാത്രം സ്നേഹിച്ചോ, എത്രമാത്രം അംഗീകരിച്ചോ, അതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് എന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായിരുന്നു. അതായത് അത്രയേറെ ഞാൻ സ്നേഹിക്കപ്പെട്ടിട്ടില്ലായിരുന്നു, സ്നേഹം കണ്ടിട്ടില്ലായിരുന്നു. അത്രയേറെ സ്നേഹമാണ് ജനങ്ങൾ തന്നത്. പക്ഷെ പാകിസ്ഥാനിലെ വലിയ വലിയ കലാകാരന്മാർ, നുസ്രത് ഫത്തേഹ് അലി ഖാനെ പോലെയുള്ള, അതുപോലെ മെഹദി ഹസൻ സർ, രേഷ്മ, ഇവരെല്ലാവരും പാകിസ്ഥാനിൽ വളർന്ന വ്യക്തികളല്ലേ? തീർച്ചയായും അവരിവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ ഫേമസ് ആയത്. സത്യമല്ലേ? ഇവിടെ വന്നതിന് ശേഷം അവരുടെ പ്രശസ്തി അത് പല മടങ്ങായെന്ന് വേണം പറയാൻ. അതിൽ യാതൊരു സംശയവുമില്ല. അതായത് ഒരു കാര്യം നമുക്കൊരിക്കലും ഡിനൈൻ ചെയ്യാൻ പറ്റില്ല.
ഇവിടുത്തെ ശരിക്കുള്ള ഓഡിയൻസ് ആവട്ടെ, ഇവിടുത്തെ മാസസ് ആവട്ടെ, ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ്. തന്നെയുമല്ല, ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മ്യൂസിക്കിനോടുള്ള ആളുകളുടെ ആസ്വാദന ശക്തി, സ്വീകരിക്കാനുള്ള കഴിവ്, പിന്നെ അതിനോടുള്ള റെസ്പെക്റ്റ്, അത് നമുക്ക് ഒന്നുമായും താരതമ്യം ചെയ്യാൻ പറ്റില്ല. വലിയ വലിയ കലാകാരന്മാരെയൊക്കെ നമ്മൾ പാകിസ്ഥാനിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ അവരുടെ അവസാന കാലം വളരെ മോശമായിരുന്നു. അതെ, അതായത് മെയ്ദി ഹാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കിങ് ഓഫ് ഗസൽസ്, ഗസൽ അത്രയും ലെജൻഡ് എന്ന് വേണം പറയാൻ. അദ്ദേഹം മരിച്ച സമയത്ത്, അതായത് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഇത് വിഷമമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. അതുപോലെ രേഷ്മാജിയുടെ അവസ്ഥയും അങ്ങനെ തന്നെ ആയിരുന്നു. എൻ്റെ അടുത്ത് ചില ഫോട്ടോസൊക്കെ ഉണ്ട്, അതായത് മേദി ഹസൻ സാറിൻ്റെ. അതുപോലെ രേഷ്മയും താങ്കളും ഒപ്പം എടുത്ത ഫോട്ടോയുണ്ട്. അവരെങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികം, പട്ടിണി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്തു എന്നുള്ളത് അതെ, പ്രേക്ഷകരെ കാണിച്ചാൽ അവർക്ക് മനസ്സിലാവും. അവർ അത്രത്തോളം വലിയ ആർട്ടിസ്റ്റുകളായിരുന്നു. ലോകത്തെല്ലാവരും അവരെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അവരുടെ സാഹചര്യം എന്തായിരുന്നു, എങ്ങനെ അപമാനിക്കപ്പെട്ടു എന്ന് കണ്ടാൽ മനസ്സിലാവും. മേദി ഹസൻ സർ വളരെ വലിയ കലാകാരനാണ്. ഇപ്പോഴും ഇവരുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ കണ്ണീര് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? തീർച്ചയായും, തീർച്ചയായും. അവരോട് എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് വെറുപ്പ്? ആ കണ്ടഭാവം നടിച്ചില്ല. സിമ്പിൾ. ജനങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. എപ്പോഴും അവർ അഭിനന്ദിച്ചിട്ടേയുള്ളൂ. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ അതോറിറ്റീസ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി യാതൊരു സഹായവും ചെയ്തില്ല. ഇതുപോലെ ഒരുപാട് പേരുണ്ട്, ഇവർ എല്ലാവർക്കും അറിയാവുന്നവർ. സത്യത്തിൽ ധാരാളം പേരുണ്ട്, ഒരുപാട് പേർ. ആക്ടേഴ്സും ഉണ്ട്. സത്യത്തിൽ അവരുടെ അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ അവസാന കാലത്ത് വളരെ ശോചനീയമായിരുന്നു. ഞാൻ മുഷറഫ് സാർ പാകിസ്ഥാനിന്റെ പ്രസിഡന്റായിരുന്നപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു ലെറ്റർ ഞാൻ കണ്ടിരുന്നു. ആ ലെറ്ററിൽ അദ്ദേഹം എന്താ എഴുതിയിരുന്നെന്ന് വെച്ചാൽ, താങ്കൾ പാകിസ്ഥാനെ ഉപേക്ഷിച്ചത് അദ്ദേഹത്തിന് സങ്കടമുണ്ടാക്കിയെന്നാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ഇത് 2005 സംഭവിച്ച കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ വളരെ വിചിത്രമായൊരു സത്യമാണ്. 2005 അദ്ദേഹം ഒരു കത്തെഴുതുന്നത്. അതും എൻ്റെ അച്ഛനു വേണ്ടിയാണ് എഴുതുന്നത്. അതിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: അദ്നാൻ ഈ ലോകം മുഴുവൻ പ്രശസ്തി നേടിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം അദ്ദേഹം നിലനിർത്തി കഴിഞ്ഞു. പക്ഷെ പാകിസ്ഥാനിൽ നിന്ന് അദ്ദേഹം പോയതിൽ വല്ലാത്ത വിഷമമുണ്ടെന്നും അതിൽ പറഞ്ഞിരുന്നു. പിന്നെ ആ കത്തിൽ സത്യസന്ധമായ ഒരു കാര്യവുമില്ലായിരുന്നു. കാരണം 2005 ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ അല്ലായിരുന്നു, പാകിസ്ഥാൻ സിറ്റിസണായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് അങ്ങനെയൊരു ഇൻഫർമേഷൻ എവിടുന്നാണ് കിട്ടിയത്? അതായത് അങ്ങനെയൊരു റോങ് ഇൻഫർമേഷൻ അദ്ദേഹത്തിന് ആരാണ് നൽകിയത്? അങ്ങനെയൊരു കാരണം കൊണ്ട് എന്നെക്കുറിച്ചുള്ള വാർത്തകൾ വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് താഴെയുള്ളവർ തന്നെയായിരിക്കും അത് എത്തിച്ചിട്ടുണ്ടാവുക. ഈ ഒരു കാരണം കൊണ്ട് എന്നെ അവർ എല്ലാ രീതിയിലും അകറ്റി നിർത്തുകയുണ്ടായി. പക്ഷേ ഞാൻ അവിടെ നിന്നും ഇവിടെ എത്തിയത് ഒരിക്കലും പണത്തിനു വേണ്ടിയല്ല. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എനിക്ക് പാകിസ്ഥാനിലുണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്ന സിറ്റിസൺഷിപ്പ് ഉപേക്ഷിച്ചു. അതായത് എനിക്ക് അവിടെയുണ്ടായിരുന്ന പാരമ്പര്യമായി കിട്ടിയ പ്രോപ്പർട്ടീസ് ആവട്ടെ, കോടിക്കണക്കിന് രൂപ വിലമതിപ്പുള്ള സ്വത്തുവകകളാണെങ്കിലും അതെല്ലാം തന്നെ ഞാൻ അവിടെ അപ്പോൾ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ് ഉണ്ടായത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പണം എന്നത് എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല. പക്ഷെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ എനിക്കെല്ലാം ആദ്യം മുതൽ വീണ്ടും തുടങ്ങേണ്ടി വന്നു. അല്ല, താങ്കൾ ഉപേക്ഷിച്ചിട്ട് വന്നതാണോ അതോ അവർ നിർബന്ധിച്ച് ഉപേക്ഷിപ്പിച്ചതാണോ? അവരങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. അതായത് എനിക്ക് സിറ്റിസൺഷിപ്പ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് അവിടെയുണ്ടായിരുന്ന യാതൊന്നിലും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഞാൻ പ്രോപ്പർട്ടിയും പണത്തിനെ കുറിച്ചല്ല സംസാരിച്ചത്. അതൊരു പക്ഷേ താങ്കൾ വിട്ടിട്ട് വന്നതായിരിക്കാന്ന് കരുതാം. അതെ, താങ്കൾ അവിടുത്തെ സിറ്റിസൺ അല്ല. പക്ഷേ പാകിസ്ഥാന്റെ സിറ്റിസൺഷിപ്പ് താങ്കളായിട്ട് ഉപേക്ഷിച്ചതാണോ അവർ ഉപേക്ഷിക്കാൻ നിർബന്ധിച്ചോ? അവർ അന്ന് എന്നോട് പെരുമാറിയ രീതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ജനറൽ മുഷറഫ് ഏതടിസ്ഥാനത്തിലാണോ ആ കത്ത് എഴുതിയത്, യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞു വന്നാൽ അപ്പോൾ എനിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പറയാം. അതായത് ഞാൻ പാകിസ്ഥാൻ സിറ്റിസൺ ആയിരുന്നിട്ട് പോലും, അതും ഒരു പബ്ലിക് പ്രൊഫഷൻ ആയിരുന്നിട്ട്, അതായത് അവിടെയുള്ളവർക്ക് എൻ്റെ ഓരോ ചെറിയ ചെറിയ മൂവുകളും വ്യക്തമായിട്ട് അറിയാൻ കഴിയും. പിന്നെ ഞാൻ അവരോട് പലതവണ അപ്രോച്ച് ചെയ്തും നോക്കി. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒന്ന് സോൾവ് ചെയ്ത് തരുമെന്ന്. ചുറ്റി വലിച്ച് സംസാരിക്കുന്നത് നേരിട്ട് അങ്ങ് സംസാരിക്കരുതോ? അവര് പാസ്പോർട്ട് റിന്യൂവൽ ചെയ്തില്ല. ഓക്കെ ഓക്കെ എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ, അതായത് എനിക്ക് അന്ന് ഇന്ത്യൻ വിസ കിട്ടിയിരുന്നല്ലോ, അത് റിന്യൂവൽ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ റിന്യൂവൽ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ പാസ്പോർട്ട് ഉണ്ടല്ലോ, അത് എനിക്ക് റിന്യൂവൽ ചെയ്യേണ്ടതായിരുന്നു. അതുകൊണ്ട് ഞാൻ അവർക്ക് അതിൻ്റെ പേരിൽ റിക്വസ്റ്റ് അയച്ചു, അതായത് ഡൽഹി ഹൈ കമ്മീഷനിലേക്ക്. ഐ നീഡ് റിന്യൂവൽ ഓഫ് മൈ പാസ്പോർട്ട് എന്ന് പറഞ്ഞ്. പിന്നെ അത് കുറേ നാളായി, എനിക്കതിന് യാതൊരു മറുപടിയും കിട്ടിയില്ല. പിന്നീട് എന്ത് മറുപടിയാണ് കിട്ടിയെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് അവിടെ നിന്ന് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല, നിങ്ങൾ നേരിട്ട് അങ്ങോട്ട് അന്വേഷിക്കൂ എന്ന്. അതായത് എൻ്റെ അച്ഛൻ ഒരു സീനിയർ ഫെഡറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ഫോറിൻ ഓഫീസിൽ. അതുകൊണ്ട് ഞാൻ അവർക്ക് അവിടേക്ക് ഫോൺ ചെയ്തു, ഞാൻ കാര്യങ്ങൾ തിരക്കി. അവിടെ എനിക്ക് ഒരുപാട് പേരെ പരിചയമുണ്ട്. അപ്പോ അവർ എന്നോട് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, ദാ നോക്കുമോനെ, അവരെല്ലാവരും എൻ്റെ അങ്കിൾസാണ്, യുനോ, എല്ലാവരും എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സാണ്. അതായത് നോക്കുമോനെ, നിന്നോടൊരു കാര്യം പറയാം, ഇവർ നിന്റെ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യില്ല. ഞാൻ ചോദിച്ചു, അതെന്താ? നിന്റെ വിസ റിന്യൂവൽ ചെയ്യാതെ നീ ഇങ്ങോട്ട് തിരിച്ചു വരണമെന്ന് അവർ ചിന്തിക്കുന്നു. അത് കഴിഞ്ഞ് അവർ നിന്നെ എന്ത് ചെയ്യുമെന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ പാസ്പോർട്ട് അവർ റിന്യൂവൽ ചെയ്യാൻ പോകുന്നില്ല. താങ്കളെ ഭീഷണിപ്പെടുത്തിയതുപോലാണ് അതെ, തോന്നുന്നത്. തീർച്ചയായും ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഞാൻ ഈ വിഷയം മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇവിടെയുള്ള ഹോം മിനിസ്ട്രിയിൽ, അതായത് ഇവിടുത്തെ ഇന്ത്യയിലെ ഹോം മിനിസ്ട്രിയിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഏത് അങ്കിളാണ് താങ്കൾക്ക് പാസ്പോർട്ടിൽ സീൽ ചെയ്ത് തന്നത്? ഇത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, പാകിസ്ഥാനിലുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കിട്ടുന്നെന്നുള്ളത്. കാര്യം എന്താന്ന് വെച്ചാ, എല്ലാവരും കരുതുന്നു അദ്നാൻ സ്വാമി ഒരു പബ്ലിക് ഫിഗറാണ്. ഒരു ദിവസം കാലത്ത് എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന വാർത്ത അദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ ആയെന്ന് കരുതും. ഇന്ത്യയും അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുമെന്ന് അവർ ചിന്തിക്കും. പക്ഷെ ഇല്ല, അങ്ങനെയല്ല സംഭവിച്ചത്. ഈ ഒരു കാര്യം ഒരുപാട് വർഷം നീണ്ടു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് 2 തവണ റിജക്റ്റ് ആയിട്ടുമുണ്ട്. ഫൈനലി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഇവിടെയുള്ള സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ടല്ലോ, അതിൽ ഗവൺമെന്റിനൊരു പ്രത്യേക അധികാരമുണ്ട്. അതായത് അവരുടെ ആ പ്രത്യേക അധികാരം വെച്ചുകൊണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, അതായത് സ്പോർട്സ് ഫീൽഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സയൻസ് ഫീൽഡ് ആയിക്കോട്ടെ, ആർട്സ് ഫീൽഡ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള മേഖലകളിൽ ആരെങ്കിലും നല്ല നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക കേസായി എടുത്ത് ആ വ്യക്തിക്ക് അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ കഴിയും. അതായത് ഇവിടെയുള്ള ഗവൺമെന്റിലെ ചില അംഗങ്ങൾ എനിക്ക് അതിന് യോഗ്യതയുണ്ടെന്ന് അവർ കരുതിയതുകൊണ്ട്, അതായത് വളരെ വലിയ മനസ്സോടുകൂടി, എന്നോടുള്ള അതിയായ സ്നേഹത്തോടുകൂടി, അവരുടെ ആ പ്രത്യേക അധികാരം വെച്ചുകൊണ്ട്, പവർ വെച്ചോണ്ട് എക്സസൈസ് ചെയ്ത്, അങ്ങനെയാണ് എനിക്കിവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്. ഭാഗ്യം കൊണ്ട് കിട്ടി. പക്ഷേ പഹൽഗാമിൽ എന്ന് ആക്രമണം നടന്നു, അന്ന് അമിത്ഷാ പറഞ്ഞു ഇന്ത്യയിൽ എത്ര പാകിസ്ഥാനികളുണ്ടോ അവരെ എല്ലാവരെയും പുറത്താക്കണമെന്ന് എല്ലാ CM-നോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെയും പുറത്താക്കുമോ എന്നുള്ള പേടി താങ്കൾക്കുണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലുമില്ല, ഇല്ല. ഒരു തവണ ഇവിടുത്തെ ഒരാളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അതങ്ങനെ തന്നെയായിരിക്കും.
പിന്നെ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് മാത്രമല്ല തന്നത്, അതിനൊപ്പം എനിക്ക് അളവിൽ കൂടുതൽ സ്നേഹവും അംഗീകാരവും തന്നു. പിന്നെ എൻ്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ അംഗീകരിച്ച് എനിക്ക് പത്മശ്രീയും തന്നു. അത്രത്തോളം എനിക്കിവിടെ സ്നേഹവും അംഗീകാരവും കിട്ടി, എല്ലാം കിട്ടി. ഇതുപോലെ അവിടെയുള്ള ഗവൺമെന്റ് എനിക്ക് ഒരു അംഗീകാരവും തന്നിട്ടില്ല. പാകിസ്ഥാനിലുണ്ടായിരുന്ന ഒരു മിനിസ്റ്ററായ ഫവാദ് ചൗധരി, അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള പാകിസ്ഥാനികളെല്ലാം പുറത്തു പോകണമെന്ന് ഹോം മിനിസ്റ്റർ പറഞ്ഞതിന് ശേഷം അതിനുശേഷം നമ്മുടെ ലാഹോർ അദ്നാൻ കാറ്റുപോയ ബലൂണ് പോലായി കാണുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു ജോക്കറാണ്, അതൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുക്കില്ല. പക്ഷേ പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം താങ്കൾ വളരെ വൈകാരികമായി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. അത് തീർച്ചയായും പാകിസ്ഥാൻ ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളത് സത്യമല്ലേ? അതായത് പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് പെഹൽഗാമിൽ നടന്നതാണെങ്കിലും ശരി, അതല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിൽ നടന്നതാണെങ്കിലും ശരി, ഇതുപോലൊരു അതിദാരുണമായ ക്രൂരമായ ഒരു സംഭവം സത്യത്തിൽ, അതായത് ശരിക്കും മനുഷ്യത്വത്തിന്റെ പേരിൽ പറഞ്ഞാൽ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. ഇത് മനുഷ്യത്വമില്ലായ്മയാണ്. ഇതിൽ നിങ്ങളൊരു ഇന്ത്യക്കാരനാണെങ്കിലും പാകിസ്ഥാനിയാണെങ്കിലും ബംഗ്ലാദേശിയാണെങ്കിലും ദിംബക്തു ആണെങ്കിലും ഒരു ഹ്യൂമാനിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളത് വീക്ഷിക്കുകയാണെങ്കിൽ ഈ വിഷയത്തെ നിങ്ങളൊരു വളരെ വലിയ ട്രാജഡിയാണ്. ഒരു വിധത്തിലും നമുക്കിതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറയാം. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി നമ്മുടെ ഈ ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡുണ്ടല്ലോ, ഈ യുദ്ധം പാകിസ്ഥാനിലെ അധിപന്മാർക്കെതിരായിട്ടല്ല, ഈ യുദ്ധം തീവ്രവാദികൾക്കെതിരായിട്ടാണ്. ആ തീവ്രവാദികളെ ആര് സപ്പോർട്ട് ചെയ്യുന്നോ അവർക്കെതിരായിട്ടാണ് യുദ്ധം. അവിടെ ടെററിസ്റ്റിനെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, പാകിസ്ഥാനിലെ നേതാക്കൾക്കും അറിയാം. സോ എനിക്ക് പാകിസ്ഥാനിലെ ജനങ്ങളുടെ മേൽ യാതൊരു വിധത്തിലുള്ള പരാതിയുമില്ല. എപ്പോഴും അവർ തീവ്രവാദികളുടെ കൂടെയാണ് ജീവിക്കുന്നത്, ഇപ്പോഴും ജീവിക്കുന്നു. ആ സംഘടനകളെ പലരും സഹായിക്കുന്നുണ്ട്, ഇപ്പോഴും കൂടെ നിൽക്കുന്നുണ്ട്. താങ്കൾ പറയുന്ന കാര്യം സർക്കാർ ആണെങ്കിലും ശരി, മിലിറ്ററി ആണെങ്കിലും ശരി, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടില്ല. താങ്കൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അതായത് താങ്കളുടെ കുടുംബം അവിടെയുണ്ട്, താങ്കളുടെ മകൻ അവിടെയുണ്ട്. ഇപ്പോ കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ മരിച്ചുപോയി. ഞങ്ങള് 2 സഹോദരന്മാരാണ്. എൻ്റെ അച്ഛൻ 2009 മരിച്ചത്. അത് കഴിഞ്ഞ് എനിക്കിത് വളരെ ഷോക്കായിരുന്നുവെന്ന് പറയാം. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള അസുഖവുമില്ലായിരുന്നു. പെട്ടെന്ന് ദൈവം അദ്ദേഹത്തെ വിളിച്ചതുകൊണ്ട് അദ്ദേഹം പോയെന്ന് പറയാം. എനിക്ക് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ സർക്കാരിനോട് ചോദിച്ചു, ഇങ്ങനെ അവിടെ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അതിന് അവർ പറഞ്ഞത്, നിങ്ങളുടെ അമ്മ മരിച്ചിരിക്കുകയല്ലേ, നിങ്ങൾക്കതിൽ തീർച്ചയായും പോയി പങ്കെടുക്കാം, ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അവിടെയുള്ള ഹൈ കമ്മീഷണർ ഈ കാര്യത്തെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. അദ്ദേഹം എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. അതിനുശേഷം ഞാൻ അവിടുത്തെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. അവരോട് ഞാൻ ചോദിച്ചു, അവരത് റിഫ്യൂസ് ചെയ്തു. ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി, എൻ്റെ അമ്മയാണ് മരിച്ചത്, പക്ഷേ അവർ തന്നില്ല. അപ്പോൾ അവസാനം വരെയും ഇല്ല, ഞാൻ പോയില്ല. എൻ്റെ അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ ഞാൻ വാട്സപ്പിലാണ് കണ്ടത്. ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇത് ക്രൂയൽറ്റിയുടെ എക്സ്ട്രീം ലെവലാണെന്ന് നമുക്ക് പറയാം. തീർച്ചയായും. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സർ, താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 15 ഓഗസ്റ്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിന്റെ അന്നാണോ? അത് ശരിയാണോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കറക്റ്റാണ്.
താങ്ക് യു സർ. അല്ല, ഇത് സത്യത്തിൽ യാഥാർത്ഥ്യമാണോ അതോ താങ്കൾ തന്നെ 15ലേക്ക് മാറ്റിയതാണോ? എനിക്ക് തോന്നുന്നത്, അതായത് എൻ്റെ ഡെസ്റ്റിനിയിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ആരംഭകാലം തൊട്ടേ മുകളിലുള്ള ആ ദൈവം ഒരു ഹിൻസ് തന്നുകൊണ്ടേയിരുന്നു. നോക്ക്, നിന്റെ അതായത് അൾട്ടിമേറ്റ് വീട്, നീ എവിടെയാണ് കഴിയേണ്ടത്, അത് ഇന്ത്യയാണെന്ന് അന്നേ പറഞ്ഞു തന്നു. ഇപ്പോ എന്താ പ്രശ്നമെന്ന് വെച്ചാ, ഇടയ്ക്ക് 47 പിന്നെ പാർട്ടീഷനായി. എന്നാലും എനിക്കറിയാം, ദൈവം പറഞ്ഞു നീ ഇവിടെയാണ് വന്ന് ചേരേണ്ടതെന്ന്. അതിനുള്ള ഹിൻസും തന്നു. അതായത് 15 ഓഗസ്റ്റിലാണ് ബർത്ത്. അത് 14-ാം തീയതി ആകാമായിരുന്നല്ലോ. സത്യം തന്നെയാണ്. അതിൽ ഞാൻ തിരക്ക് കൂട്ടിയില്ലെന്ന് തോന്നുന്നു. സോ 15th ഓഗസ്റ്റ് അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. 15th ഓഗസ്റ്റ് ആണ് എൻ്റെ ബർത്ത്ഡേ. ഞാൻ മറ്റൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. ശരി, ഇപ്പോ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. താങ്കൾ വിചാരിച്ചതുപോലെ ഇന്ത്യ വരണമെന്ന് താങ്കൾ വിചാരിച്ചു. പാകിസ്ഥാനിൽ താങ്കൾക്ക് നിറയെ പ്രശ്നങ്ങളുണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ താങ്കൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ. എന്തുകൊണ്ട് അതൊന്നും ചൂസ് ചെയ്തില്ല? എന്റെ വൈഫ് യഥാർത്ഥത്തിൽ ജർമ്മനിക്കാരിയാണ്. എനിക്ക് വേണമെങ്കിൽ ജർമ്മൻ സിറ്റിസൺ ആകാമായിരുന്നു. വേണമെങ്കിൽ UK സിറ്റിസൺഷിപ്പ് എടുക്കാമായിരുന്നു. ഫാമിലി ഇപ്പൊ US-ലാ ഉള്ളത്, കാനഡയിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ അവിടുത്തെ എടുക്കാമായിരുന്നല്ലോ. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഇന്ത്യൻ സിറ്റിസൺ ആയത്? ഞാൻ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. അവിടെയുള്ള പല പ്രദേശങ്ങളിലും ഞാൻ താമസിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വളരെ എമോഷണലായ ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, ഞാനൊരു വലിയ പഠാനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപക്ഷെ ആറ്റിറ്റ്യൂഡോടുകൂടി ചോദിച്ചാൽ ഒരു നഖം പോലും കിട്ടില്ല. പക്ഷേ സ്നേഹത്തോടുകൂടി ചോദിച്ചാൽ ജീവൻ വേണമെങ്കിലും കാൽക്കൽ വയ്ക്കും. എൻ്റെ സ്നേഹത്തെ ഇന്ത്യയിലെ ജനങ്ങൾക്കും പാകിസ്ഥാനിലെ ജനങ്ങൾക്കും എൻ്റെ മ്യൂസിക്കിലൂടെ അത് നൽകാൻ എനിക്ക് കഴിയും. പാകിസ്ഥാനിലെ ജനങ്ങളോട് ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാ, कभी तो नजर मिलाओ, कभी तो करीब आओ, जो नहीं कहा है कभी तो समझ भी जाओ, हम भी तो हैं तुम्हारे, दीवाने हो दीवाने, हम भी तो हैं तुम्हारे, दीवाने हो दीवाने. അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ये ज़मीं रुक जाए, आसमां झुक जाए, तेरा चेहरा जब नजर आए, ओ तेरा चेहरा जब नजर आए, ये ज़मीं रुक जाए, आसमां झुक जाए, तेरा चेहरा जब नजर आए, हो तेरा चेहरा जब नजर आए, हो. അതിനാൽ ഇനിയും പാകിസ്ഥാനിൽ ധാരാളം പേരുണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്. അവര് അങ്കിളിനോട് പറഞ്ഞ് ഞങ്ങൾ കൂടി പാസ്പോർട്ട് വാങ്ങിച്ചു തരാൻ താങ്കളോട് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഭയന്നിട്ടാ അവരങ്ങനെ പറയുന്നത്. പക്ഷേ കാര്യം എന്താന്ന് വെച്ചാ, എൻ്റെ തലയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ആ എഴുതിയത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയെന്ന് പറയാം. യഥാർത്ഥത്തിൽ ഇതൊരു വരമായി തന്നെ വേണം പറയാൻ. ഇപ്പോൾ ഇന്ത്യൻസ് എന്താണ് കരുതുന്നതെന്നുള്ളത് നമ്മളിപ്പോൾ ഓഡിയൻസിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കി.
അതുപോലെയുള്ള ധാരാളം കമന്റ്സുകൾ കാണും. പാകിസ്ഥാനിലുള്ള ചില സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ISIയെ ചേർന്നവരും പട്ടാളത്തിലുള്ളവരും അവരെന്താണ് പറയുന്നത്, അവരെന്ത് കുറ്റമാണ് ആരോപിക്കുന്നതെന്നുള്ള എൻ്റെ പക്കൽ